ചെങ്ങൈമാരെ ആകെ പ്രശ്നമായിട്ടുള്ളത്. എന്താ പ്രശ്നം എന്നറിയാം? നമ്മളെ അഭിജിത്ത് ദീപ്കി ഉണ്ടല്ല, പ്രധാനമന്ത്രിനോട് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിച്ചനി നമ്മളെ നാട്ടിൽ ഒരു കുലസ്ത്രീ സംഘടന കിട്ടില്ല, നല്ല ചൂടായിട്ടുള്ളത്. നമ്മൾ ഈ സംഘടന ചേച്ചി എന്താ ചോദിക്കുന്നറിയാം? ആരാണ് എന്റെ പ്രധാനമന്ത്രിയോട് ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ചോദിച്ചതും പറ്റാന്ന് നമ്മൾ ഈ ചേച്ചി ഉണ്ടല്ല ഫുൾ ചൂടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഈ കുലസ്ത്രീ സംഘടന പറഞ്ഞ കുറെ പൊട്ടത്തരങ്ങളുണ്ട്. എല്ലാ പൊട്ടത്തരം ഒന്ന് കേട്ടാലോ? ഈ പൊട്ടത്തരം പറഞ്ഞ ഈ കുലസ്ത്രീ സംഘടനയുടെ പേരെന്താ അറിയാം? റീന എന്നാണ് ഈ സംഘടനയുടെ പേര്. എന്തായാലും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലല്ല ഈ സംഘടനയുടെ പൊട്ടത്തരം കണ്ടില്ല, തീർച്ചയായും കേൾക്കണം. കുറെ പേർക്കുള്ള അസുഖമാണ് നമ്മുടെ PM-ന്റെ സർട്ടിഫിക്കറ്റ് കാണാനിട്ട്. ഈ ചോദിക്കുന്നവന്മാര് എവിടെ കിടക്കുന്നു, ആരുടെയാണോ ചോദിക്കുന്നത് അദ്ദേഹം എവിടെ ഇരിക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നവന്മാരോട് ഒരു കാര്യം പറയാണ്. ഈ പഠിത്തം എന്ന് പറയുന്നത്, അതായത് വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരാ, വിവരം വേണം. അത് സത്യം. ഈ സംഘടന ചേച്ചി പറഞ്ഞ ഈ കാര്യം ഉണ്ടല്ല, ഈ കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം സംഘികളോടുണ്ടല്ല വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കാന്നുള്ളതുണ്ടല്ല മണ്ടത്തരം എന്നല്ല പറയാ, ഭൂലോക മണ്ടത്തരാണ്. കാരണം ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംഘടനയുടെ വിചാരം എന്താ പറയാ, ഇതുണ്ടല്ല തിന്നാനുള്ള എന്തോ സാധനമാണ് ഈ ചാണക സംഘടനയുടെ വിചാരം. അവരോടാണോ നിങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ വിലയിലെ ആ വിലയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് നിർബന്ധമായിട്ടും GUDയും BJP-ക്കാരുടെ ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് കിട്ടിയേ പറ്റുള്ളൂ എന്നുണ്ടല്ല, അതുണ്ടല്ല വ്യാജമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. വേറൊരു കാര്യം കൂടി ഉണ്ട്, വ്യാജമായിട്ട് ഉണ്ടാക്കുമ്പോഴല്ല മൊത്തം അക്ഷര തെറ്റായിരിക്കും. കാരണം ഈ ചേച്ചിയെ പോലുള്ള വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ടീമായിരിക്കുമല്ലോ ആ സർട്ടിഫിക്കറ്റിൽ എഴുതേണ്ടത്, അപ്പോഴല്ല മൊത്തം അക്ഷര തെറ്റായിരിക്കും. അതുകൊണ്ട് സംഘിയുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടല്ല, മണ്ടത്തറന്നല്ല ലോക മണ്ടത്തറന്നേ ഞാൻ പറയൂ. എന്തായാലും നമ്മൾ ഈ സംഘിണി ചേച്ചിയുണ്ടല്ല 2-3 ഇട്ടിട്ടുണ്ട്. ഇനി 2-3 ഇട്ടതാണോ അല്ലെങ്കിൽ എന്തോ കൂട്ടിയിട്ട് കത്തിച്ചതെന്ന് അറിയില്ല. അതാണ് ചേച്ചി കേട്ടില്ല ഇത്രമാത്രം കലിപ്പ്. നമുക്ക് ചേച്ചിയുടെ അടുത്ത കലിപ്പും കൂടി കേട്ടിട്ട് വരാം. വിവരമുണ്ടായാൽ പോരാ, വിവേകം വേണം എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? നിനക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് എന്ത് വിശേഷം? വിവരമില്ല. കാരണം ഈ പുസ്തകപ്പുഴു എന്നൊക്കെ പറയുന്ന പോലെ ബുക്കിനകത്ത് തന്നെ ഉണ്ടോ അത് ഇങ്ങനെ കറക്റ്റ് പഠിച്ച് പാസ്സാകുന്ന കുറെ പുഴുക്കളാണ് മിക്കവരും. നമ്മളെ സംഘടന ചേച്ചി ഈ പറഞ്ഞതും വളരെ കറക്റ്റ് ആണ്. കാരണം ഈ വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടല്ല പഠിച്ചിട്ടുണ്ടല്ല പുസ്തക പുഴുക്കളാവും. പക്ഷെ ഈ സംഘടന ചേച്ചിയെ പോലെയും ബാക്കിയുള്ള സംഘങ്ങളെ പോലെയും വിദ്യാഭ്യാസം തീരില്ലാത്ത ടീമുണ്ടല്ല പുഴുക്കള്, ചാണകക്കൊണ്ടിലെ പുഴുക്കളില്ലേ, ആ പുഴുക്കളാണ് ആവുക. നിങ്ങളൊക്കെ കണ്ടു കാണുമല്ലോ ഈ ചാണകക്കൊണ്ടിലിട്ടല്ല ഒരു വൃത്തികെട്ട കണ്ടാൽ അറപ്പുണ്ടാക്കുന്ന കുറച്ച് പുഴുക്കളുണ്ടാവും, അതുപോലത്തെ പുഴുക്കളാണ് ഇവരൊക്കെ. അതുകൊണ്ട് ഇവരെ പോലത്തെ വൃത്തികെട്ട പുഴുക്കളാണോ അല്ലെങ്കിൽ നല്ല പുസ്തക പുഴുക്കളാണെന്ന് വിദ്യാർത്ഥികളെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോ. പിന്നെ നമ്മളെ സംഘടന ചേച്ചിയുണ്ടല്ലോ വേറെയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിവരം മാത്രം പോരാ, വിവേകം കൂടി വേണമെന്നൊക്കെ നമ്മളെ സംഘടന ചേച്ചി തള്ളി വിടുന്നുണ്ട്. എന്റെ സംഘടന ചേച്ചിയെ നിങ്ങൾക്കുള്ള വിദ്യാഭ്യാസവും വിവരവും വിവേകവും ബോധവും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ നമ്മൾ സംഘിണികൾ എന്നൊക്കെ വിളിക്കുന്നത്. അതായത് നിങ്ങളെ പോലെ ഒരു സംഘിണിയോ സംഖ്യ ആയിക്കഴിഞ്ഞാൽ ഫുൾ ഫ്രീഡം ആണ്. കാരണം നിങ്ങൾക്കുള്ള എന്തും പറയാന്ന് പറഞ്ഞാൽ എന്ത് പൊട്ടത്തരവും പറയാം. കാരണം നിങ്ങൾ പറയുന്നത് മൊത്തമില്ല പൊട്ടത്തരാന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ സംഘടന ചേച്ചി നിങ്ങൾക്കില്ലാത്ത വിദ്യാഭ്യാസത്തിന്റെയും വിവരത്തിന്റെയും ബോധത്തിന്റെയും കാര്യമില്ല, അതിനെ കുറിച്ചിട്ടില്ല അധികം ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട കേട്ടാ. നമുക്ക് എന്തായാലും ഈ കുലസ്ത്രീ സംഘടനയുടെ അടുത്ത മനോഹരമായ കണ്ടെത്തലും കൂടി കേട്ടിട്ട് വരാം. അതാണ് പറയുന്നത്, വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല. ഇനി പോട്ടെ, ആ പുസ്തക പുഴുവായിട്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു വിവരം ഉണ്ടേ തന്നെയും ഉള്ളവര് എല്ലാവർക്കും ഉണ്ടെന്നല്ല, അവർക്ക് വിവേകം കാണത്തില്ല. എവിടെ എന്ത് സംസാരിക്കണം, ആരോട് എന്ത് സംസാരിക്കണം, ഞാൻ ആരെ കുറിച്ചാണ് പറയുന്നത്, ഒന്നും ഒരു ബോധമില്ലാത്ത കുറെ എണ്ണം. എന്റെ സംഘിണി ചേച്ചി നിങ്ങൾ ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാം? ചേച്ചി ഉണ്ടല്ല എന്തോ കട്ടൊക്കെ കുടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ ഉണ്ടല്ല ചുരുട്ടിക്കുട്ടി വലിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചേച്ചി എന്താണ് സംസാരിക്കുന്നത്, എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഇതൊന്നും ബോധമില്ലാത്തത്. ഓൾറെഡി നിങ്ങൾ സംഘിണി ആയതുകൊണ്ട് നിങ്ങൾക്ക് ബോധമില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് പിന്നെ ബോധം പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്റെ കുലസ്ത്രീ സംഘിണി ആയ കാലത്തുണ്ടല്ല 2 അക്ഷരം പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോഴുണ്ടല്ല വിദ്യാഭ്യാസമുള്ളവരെ കാണുമ്പോൾ ഇതുപോലെ കുരുവട്ടേണ്ട ആവശ്യം ഉണ്ടാകും എന്റെ വൃത്തികെട്ട സംഘിണിയെ. നമുക്കെന്താ ഈ വൃത്തികെട്ട സംഘടനയുടെ അടുത്ത തള്ളും കൂടി കേട്ടിട്ട് വരാം. മോദിജിയുടെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് നീ എന്നാ പുഴുങ്ങുവെന്ന് പുള്ളി ഇപ്പം എന്നാ പറയുന്നത് SSLCയും ഗുസ്തിയാണെന്ന് ഇരിക്കട്ടെ, എന്തോ ചെയ്യും? ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വലിയ പാടാണ്. നിങ്ങൾ കേരളത്തിൽ നിന്നാണല്ലോ ഇപ്പൊ പിടിച്ചത് ഫാക്ടറിയിൽ കണക്കിന് സർട്ടിഫിക്കറ്റ്സ് വ്യാജന്മാര്. പുള്ളി അങ്ങനെ ഉണ്ടാക്കിയെന്നല്ലേ പറയുന്നത്. ഓക്കെ ആണെങ്കിൽ എന്നാ
അപ്പൊ കുലസി സംഘടന ചേച്ചി ഒരു കാര്യം സമ്മതിച്ചല്ലേ, നിങ്ങളെ ജിക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലാന്നും ആ കാണിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടല്ല വ്യാജമാണെന്നും നിങ്ങൾ സമ്മതിച്ചല്ലേ. അതായത് സംഘടന ചേച്ചി ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ. പിന്നെ സംഘടന ചേച്ചി പറഞ്ഞു കേരളത്തിൽ നിന്ന് ഒരുപാട് വ്യാജ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന്. എന്റെ കുലസി സംഘടന ചേച്ചി നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ഉണ്ടല്ല നിങ്ങൾ BJP നേതാവിന്റെ കെയർ ഓഫിലുണ്ടല്ല പൈസ കൊടുത്താൽ വീട്ടിലുണ്ടല്ല വീട്ടിലെത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ആ ചോദ്യ പേപ്പർ നോക്കിയിട്ടുണ്ടല്ല വീട്ടിലിരുന്ന് തന്നെ അതിന്റെ ഉത്തരം ഉണ്ടല്ല വീട്ടിലിരുന്ന് തന്നെ മൊത്തം എഴുതുക. എന്നിട്ട് ആ ഉത്തര കള്ളാസ് എടുത്തിട്ടുണ്ടല്ല നേരെ ഉണ്ടല്ലോ എവിടെയാണോ നിങ്ങളെ പരീക്ഷ ആള് ആ ഹാളുണ്ടല്ല അവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. അജാതി കാര്യങ്ങളാണ് BJP ഒരുക്കുന്ന സ്ഥലത്തുണ്ടല്ല അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോഴാണ് സംഘടന ചേച്ചിയുണ്ടല്ല കേരളത്തിൽ ഏതോ ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഇങ്ങനെ അടിച്ചു വിടുന്നത്. പിന്നെ സംഘടന ചേച്ചിയുണ്ടല്ല വേറൊരു കാര്യം കൂടി ചോദിച്ചു, നമ്മളെ മൂത്തജിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് പുഴുങ്ങുമെന്ന്. എന്റെ സംഘടന ചേച്ചി അതുകൊണ്ടിട്ടില്ല കിഴങ്ങ് ആ വ്യാജ സർട്ടിഫിക്കറ്റ് കൊണ്ട് കിഴങ്ങിട്ടില്ല കിഴങ്ങ് മുഴുകാനേ പറ്റൂ. അതായത് ആ സർട്ടിഫിക്കറ്റ് മൊത്തം കത്തിച്ചിട്ടുണ്ടല്ല അതിന്റെ മുകളിലുണ്ടല്ല കിഴങ്ങ് വെക്കുക കിഴങ്ങ് ചുടുവോ പുഴുകുവോ എന്തോ ചെയ്യുക അത് മാത്രമേ നടക്കൂ. എന്റെ കുലസി സംഘടന നിങ്ങളെ പോലത്തെ വിദ്യാഭ്യാസത്തിന്റെ വിലയേറത്ത ടീമിനെ കൊണ്ടിട്ടില്ല ലോകം മുഴുവൻ നമ്മളെ ജീവിക്കണില്ല വിദ്യാഭ്യാസം ഇല്ലാന്ന് ഏറെക്കുറെ മനസ്സിലായി. എന്താണ് നമുക്ക് അവസാനമായിട്ട് ഈ കുലസി സംഘടന ഉണ്ടല്ല വിദ്യാഭ്യാസത്തെ കുറിച്ച് കുറച്ച് അഭിപ്രായം കൂടി പറഞ്ഞിട്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സോ അതാണ് പറയുന്നത്, ഈ പുസ്തക പുഴുക്കളായിട്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് മേടിച്ച് ഫയലിൽ വെച്ചുകൊണ്ട് ബുദ്ധി ഉണ്ടാവണമെന്നില്ല, വിവരം ഉണ്ടാവണമെന്നില്ല, വിവേകം ഉണ്ടാവണമെന്നില്ല. കേട്ടല്ലോ. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നവന്മാരെ ഇന്നത്തോടുകൂടി ഈ ചോദ്യം നിർത്തിയേക്കണം. കേട്ടല്ലോ. നീ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, ലോക പ്രശസ്തരായ ബൾബ് കണ്ടുപിടിച്ചവരും ആപ്പിൾ കമ്പനിയുടെ ഓണറും സ്കൂളിൽ കയറാത്തവരാണ് ജീനിയസ്. ഈ ജീനിയസ് ആയിട്ടുള്ളവരെല്ലാം സ്കൂളിൽ പോയി സർട്ടിഫിക്കറ്റും കൊണ്ട് നടന്നവരല്ല. കേട്ടല്ലോ. ഇനിമേലിൽ ഇവിടെ PM-ന്റെ സർട്ടിഫിക്കറ്റും ചോദിച്ചുകൊണ്ട് ആരെങ്കിലും വന്നെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞു. സത്യം. ഇനി ആരെങ്കിലും ജിയുടെ സർട്ടിഫിക്കറ്റ് ചോദിച്ചെങ്കിൽ നമ്മൾ ഈ കുലസി സംഘടനയുടെ സ്വഭാവം ഉണ്ടല്ല ആ സ്വഭാവം എന്തായാലും മാറും. ചേച്ചിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ചേച്ചിയുടെ ഇതുവരെയുള്ള സംസാരം വെച്ചിട്ടില്ല ചേച്ചിയുടെ എറിയും സൂറി എറിയും. കാരണം വിദ്യാഭ്യാസവും വിവരവും ബോധമില്ലാത്ത ടീമിനോടുണ്ടല്ല നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടില്ല അവര് എറിയും, അവര് സൂറി എറിയും. ഈ സംഘടന ചേച്ചിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ടില്ല ചേച്ചിയുണ്ടല്ല അങ്ങനെ എറിയുന്ന കാര്യത്തിലുണ്ടല്ല ബഹുമിടുക്കിയാണെന്ന് ചേച്ചിയുടെ മുഖം കണ്ടാൽ തന്നെ അറിയാം. ഇനി നമ്മളെ സംഘടന ചേച്ചിയുണ്ടല്ല ബൾബ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ഉണ്ടല്ല തീരെ വിദ്യാഭ്യാസമില്ല എന്നൊക്കെ അങ്ങ് തട്ടിവിടുന്ന കേട്ട്. എന്റെ സംഘടന ചേച്ചി അദ്ദേഹം വന്നിട്ടില്ല സ്കൂളിൽ കുറച്ചേ പഠിച്ചുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ അമ്മയുണ്ടല്ല അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തെ വീട്ടിലിരുത്തിട്ടില്ല നല്ലോണം വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിവരവും ബോധമില്ല തന്നെ സംഘടന ചേച്ചിയെ മൂപ്പറിയും നിങ്ങളെ വിദ്യാഭ്യാസം തീരില്ലാത്ത ചാണക സംഖ്യയിലുണ്ടല്ല അവരുണ്ടല്ല ഒരൊറ്റ ലെവലിൽ കാണില്ല കേട്ടോ. അങ്ങനെ തോമസ് ആൽവ എഡിസനെയും നിങ്ങളെ സംഖ്യകളുണ്ടല്ല ഒറ്റ ലെവലിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളെ തലയിലുണ്ടല്ല എജ്ജാതി ചാണകമായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങളെപ്പോലത്തെ വിദ്യാഭ്യാസം ഇല്ലാത്ത ചാണക സംഖ്യല്ല ചാണകം കഴിച്ചാല് ക്യാൻസർ വരെ മാറുന്നു ലോകം മൊത്തം പാടി നടന്നിട്ട് ലോക രാജ്യങ്ങളുടെ മുന്നിലില്ല നമ്മൾ ഇന്ത്യക്കാരിപ്പോ നാണം കടയെന്ന് എന്റെ കുലസി സംഘടനയെ. പക്ഷെ വിദ്യാഭ്യാസം വിവരവും ബോധമില്ലാത്ത നിങ്ങൾക്കുണ്ടല്ല ആ നാണക്കേടിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായില്ലേ, ശരാശരി സംഘടനയുടെയും വിദ്യാഭ്യാസം ഇല്ലേ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവരുടെയൊക്കെ മക്കളുണ്ടല്ലോ ഇവരുടെയൊക്കെ മക്കളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുന്നത്. അവരൊക്കെ ഉണ്ടല്ലോ ചാണകക്കുള്ളിൽ ആ വൃത്തികെട്ട ചാണകപ്പുഴുകളില്ലേ ആ ചാണകപ്പുഴുക്കളെ പോലെ വിദ്യാഭ്യാസം ഇല്ലാതെ ഇങ്ങനെ അലിയുന്നുണ്ടാകും. അപ്പോഴെന്തായാലും അടിപൊളിയായിട്ട് ചാണകക്കുള്ളിൽ വീണുപോയ ഈ കുലസി സംഘടനയ്ക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.